ലാസ്റ്റ് വന്ന ട്വീറ്റ് നിങ്ങൾ കണ്ടു കാണും. ട്രംപിൻ്റെ ലാസ്റ്റ് വന്ന ട്വീറ്റ് നിങ്ങൾ കണ്ടു കാണും. അതിൽ പറയുന്ന ട്വീറ്റിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 47 വർഷത്തെ ഒരു സമാധാന ഉടമ്പടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കരമായൊരു ഒരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വലിയ യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്നാണ് പറയുന്നത്. ഇത് യുദ്ധമല്ല, ആക്ച്വലി എന്താണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിവിലൈസേഷനെ തന്നെ തകർക്കും എന്നാണ് ഇവിടെ ട്രംപ് പറയുന്നത്. ഒരു സിവിലൈസേഷനെ തന്നെ മൊത്തത്തിൽ തകർക്കും എന്നാണ് പറയുന്നത്. അതായത് ഇറാനെ മൊത്തത്തിൽ തച്ചുടയ്ക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് ചെറിയൊരു ഭീഷണിയാണോ? ആക്ച്വലി ഇതൊരു ഭീഷണി മാത്രമാണ് എന്തുകൊണ്ട് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ നാളുകളായിട്ടുള്ള യുദ്ധത്തിൻ്റെ പല സ്റ്റേജുകളും നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഭീഷണി മാത്രമാണ് ട്രംപ് മുഴക്കിയിരിക്കുന്നത്. എന്നാൽ ട്രംപ് ഒരിക്കൽ പോലും റിയാക്ട് ചെയ്യുക അല്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ മുതിർന്നിട്ടില്ല. കാരണം എന്താണ്? അത് പല രാജ്യങ്ങളിലും ഉണ്ടാക്കി വച്ചിരിക്കുന്ന കരാറുകൾ, ഇറാനുമായി ഉണ്ടാക്കി വെച്ചിരുന്ന ചൈനയും ഇറാനുമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കരാറുകൾ, ഇറാനും റഷ്യയുമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കരാറുകൾ, ഈ പല കരാറുകളിലും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകൾ ഇറാനിൽ നടക്കുന്നുണ്ട്. പല കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടും തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടും പല ബിസിനസ്സുകളും ഇവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്നുണ്ട്. അതൊരു വലിയൊരു സംഭവമാണ്. എന്തുകൊണ്ടെന്നാൽ രണ്ട് രാജ്യങ്ങളും ഇത്തരത്തിൽ ബില്യൺ കണക്കിന് രൂപ ഇറാനിൽ മുടക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് തിരിച്ച് കിട്ടണമെങ്കിൽ ഇറാൻ എപ്പോഴും സുരക്ഷിതമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സുരക്ഷിതമല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇറാന് ആവശ്യത്തിൽ കൂടുതൽ ആയുധങ്ങളും മറ്റും നൽകി സപ്പോർട്ട് ചെയ്യുകയും റഷ്യയും ചൈനയും, ഒപ്പം തന്നെ ചിലപ്പോൾ ആ യുദ്ധത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ചൈനയും റഷ്യയും കൂടുതലായിട്ട് അവരുടെ സേനയെ കൂടുതൽ അയക്കാനും ഉള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഭീഷണി മുഴക്കുകയല്ലാതെ ഇത് നടപ്പിലാക്കാൻ ഒരിക്കലും US കഴിയാൻ ചാൻസ് ഇല്ല. എന്താണ് സംഭവിക്കുക എന്നാൽ, US കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉറപ്പായിട്ടും യുദ്ധത്തിൽ വിജയിച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും ഒപ്പം തന്നെ അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം കുറേ ഭീഷണികൾ മുഴക്കി ഇറാനെ മുട്ടുകുത്തിച്ചു എന്ന് പറയാൻ പോവുകയായിരിക്കും ചെയ്യുക. അല്ലാതെ ഇറാനെതിരെ ഇപ്പോൾ പറയുന്നുള്ള രീതിയിലുള്ള പല പ്രഖ്യാപനത്തിലുമുള്ള ഈ പറച്ചിലുകൾ മാത്രം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ പറയുന്ന ഒരു രീതി വെച്ച് ട്രംപ് ഉറപ്പായിട്ടും ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ആണവ ആയുധം ഉപയോഗിക്കുക എന്നാണ്. ആണവ ആയുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇറാൻ്റെ മൊത്തത്തിലുള്ള സിവിലൈസേഷനെ തന്നെ തച്ചുടയ്ക്കപ്പെടും. അതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കാരണം അത് പല ഗൾഫ് രാജ്യങ്ങളെയും പല പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അത് നമ്മളിപ്പോൾ തന്നെ കണ്ടതാണ്. ഇറാനിൽ യുദ്ധം തുടങ്ങിയ ശേഷം തന്നെ ഗ്യാസിൻ്റെ വില കൂടി, പല കാര്യങ്ങളിലും ഗോൾഡ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വില കയറ്റം ഭയങ്കരമായിട്ടുണ്ടായി. പാചകവാതങ്ങളിലും ഫുഡ്, മറ്റുള്ള പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഹോർമൂസ് കടലിലേക്ക് അതുവഴിയാണ് പല രാജ്യങ്ങളുടെ കപ്പലുകളും വരുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പല പ്രത്യാഘാതങ്ങളും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനൊരു സംഭവം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ആണവായുധം ഉപയോഗിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്.